പുതുവർഷാഘോഷം എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ പേരായിരിക്കും എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരിക. ഏതായാലും മറ്റ് സ്ഥലങ്ങളിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, വർഷങ്ങൾ മുന്നേ തന്നെ കൊച്ചിയിൽ പുതുവർഷാഘോഷവും അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കൊച്ചി. ഇത്തവണ 2 പപ്പാഞ്ഞികളെ കത്തിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത. കാര്യം മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്തൊരു വ്യത്യസ്തത ഉള്ളത് കൊച്ചിയെ സംബന്ധിച്ചുള്ളത് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ആ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഇത്തവണ 2 സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ കൊച്ചിയിലെ പുതുവർഷാഘോഷങ്ങൾക്കുണ്ട്. ഒന്ന് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞിയും, മറ്റൊന്ന് കാർണിവൽ കമ്മിറ്റി വർഷങ്ങളായി തന്നെ നടത്തി വരാറുള്ള അവിടുത്തെ പരേഡ് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പപ്പാഞ്ഞിയും. ഇത് കഴിഞ്ഞ വർഷം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ദേശീയ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ 2 പപ്പാഞ്ഞികളെ കത്തിക്കുന്ന പരിപാടി ഒഴിവാക്കിയിരുന്നു. അതിലൊന്ന് മാത്രമാണ് കത്തിച്ചിരുന്നത്. അതായത് വെളി ഗ്രൗണ്ടിൽ മാത്രം കത്തിക്കുകയും കാർണിവൽ കമ്മിറ്റി നടത്തി വരുന്ന ഈ പരേഡ് ഗ്രൗണ്ടിലെ പരിപാടി ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തവണ 2 സ്ഥലത്തും ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നു, ഒരേ സമയം തന്നെ കത്തിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും രാത്രി 12 മണിക്ക് കത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പപ്പാഞ്ഞിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും ഈ പപ്പാഞ്ഞിയാണ്, ഈ ഒരു തീമാണ് ഈ തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അവസാനവട്ട തയ്യാറെടുപ്പുകൾ, കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഈ വൈക്കോലുകളൊക്കെ തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ പരിപാടിയുടെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലെ പരിപാടികളുടെ സംഘാടകൻ കൂടിയായിട്ടുള്ള ചേട്ടൻ നമ്മളോടുകൂടിയുണ്ട്. ബിനു. ചേട്ടാ, ഏതായാലും എങ്ങനെയാണ് തയ്യാറെടുപ്പുകളൊക്കെ തയ്യാറെടുപ്പ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ വന്നു പോയി, ഡെപ്യൂട്ടി കമ്മീഷണർ വന്നു, ACP വന്നു, ഇവരുടെ യോഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് 7.5 ഏക്കർ സ്ഥലമാണ് വെളി ഗ്രൗണ്ടിൽ. അപ്രോക്സിമേറ്റ് നമ്മളൊരു 1.5 ലക്ഷം പേരാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏകദേശം 60 ക്യാമറകളോളം നമ്മൾ കണക്ട് ചെയ്ത്, ഇത് ഈ കാണുന്നത് കൺട്രോൾ റൂമാണ്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലും കൺട്രോൾ റൂം കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ആംബുലൻസുകൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫയർ എഞ്ചിൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫയർ എഞ്ചിൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വൈക്കോലുകൾ ഫില്ല് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഫയർ എഞ്ചിൻ വന്ന് 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി മാഡം വന്ന് വെരിഫൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ വൈക്കോലുകൾ തുടങ്ങി. ഇനിയിപ്പോൾ മെഡിക്കൽ ടീം ഇവിടെ സജ്ജമാണ്. 4 മെഡിക്കൽ ടീമുണ്ട്. ആംബുലൻസുകൾ സജ്ജമാണ്, ക്യാമറകൾ സജ്ജമാണ്. അതിനപ്പുറം ഫോറിനേഴ്സിന് നിൽക്കാവുന്ന ഒരു അവർക്ക് വേണ്ടി മാത്രം ഉള്ള പവലിയനാണ് ആ കാണുന്നത്. അപ്പോൾ അവരൊരു 3 അടി പൊക്കത്തിൽ, അധികം ഉയരമില്ലാതെ 2.5 അടി 3 അടി പൊക്കത്തിൽ എത്ര പേർക്കും ഡാൻസ് കളിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അവരുടെ ഫോറിനേഴ്സിൻ്റെ ഒരു പവലിയം അത് വേണം. അത് രാജ്യത്തിന് നാണക്കേടുണ്ടാകാൻ പാടില്ല എന്ന ഒരു സന്ദർഭത്തിലാണ്. നിരവധി ഫോറിനേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫോറിനേഴ്സിനും അത്തരത്തിലുള്ള പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 4 വലിയ ടവറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് ഉണ്ട്, പോലീസിൻ്റെ വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ പോലീസും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 100% ചെയ്തു കഴിഞ്ഞു. അവരും സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്. മിഡ് നൈറ്റ് എന്തായാലും നമ്മൾ 12 മണിക്ക് കത്തിക്കഴിഞ്ഞാൽ പോലും 2:30 വരെ പ്രത്യേക അനുമതി പോലീസ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും കൂടി റോഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട, എല്ലാവർക്കും കംഫർട്ടബിളായ KSRTC വഴി നമ്മൾ 100ഓളം വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോട്ട് റോറോ സർവീസ് വൈപ്പിൻ വഴി പോകാൻ എറണാകുളത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കംഫർട്ടബിൾ പൊസിഷനിലാണ് വന്നവരെ. അത് തന്നെയാണ്. അത് ഇന്നലെ ജില്ലാ കളക്ടർ അടക്കം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഈ സൂചിപ്പിച്ച കാര്യമാണ്. ഈ 12 മണിക്ക് പപ്പാഞ്ഞിയെ കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൊച്ചി ടൈറ്റായി പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പപ്പാഞ്ഞിയെ കത്തിച്ചാലും വേറെ പരിപാടികളുണ്ട്. അത് അഡീഷണൽ. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് DJ പോലുള്ള പരിപാടികൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വെള്ളവും അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ളത് നോക്കൂ. കുടുംബശ്രീയുടെ 5 രൂപ മുതൽ 25 രൂപ വരെ കൊടുത്താൽ നിറയെ ഭക്ഷണം കിട്ടുന്ന സംവിധാനങ്ങൾ 100ഓളം കുടുംബശ്രീ ഇവിടെ കോർപ്പറേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് മെല്ലെ ഡാൻസ് കളിച്ച് മെല്ലെ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ആചാരങ്ങളില്ലെങ്കിൽ പോലും ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇന്ന് 12 മണിയോടെ ഈ പപ്പ കത്തെരിയുമ്പോൾ തീരുകയും തുടർന്ന് ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വരവേൽക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതായാലും വേറൊരു കാര്യം കൂടി, ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ആരായിരിക്കും ഇത്തവണ? സാർ, അതൊരു ഞങ്ങളൊരു സസ്പെൻഷനായിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ 10 മണിയോടെ അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. ഏതായാലും വളരെയധികം ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് അതൊരു ചോദിച്ചെന്നേ ഉള്ളൂ അദ്ദേഹത്തോട്. ഏതായാലും ഇപ്പോൾ പറയില്ല, 10 കൂടി തന്നെ ആ കാര്യം പുറത്തേക്ക് വിടും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൊച്ചിയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 സ്ഥലങ്ങളിലായിട്ട്, ഈ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലും ഒപ്പം തന്നെ വെളി ഗ്രൗണ്ടിലുമായിട്ട് 1.5 ലക്ഷത്തോളം ആളുകൾ എത്തും എന്ന് കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 മണി മുതൽ തന്നെ കൊച്ചിയിലേക്കുള്ള കവാടങ്ങളിലെല്ലാം പോലീസിൻ്റെ നിരീക്ഷണം
ആളുകളെ നിയന്ത്രിച്ച് വിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലും 80% ആളുകൾ ഫില്ലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നീട് വരുന്ന ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങളടക്കം ഏതായാലും കൊച്ചിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആളുകളുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ച മുതൽ തന്നെ ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലെത്തി ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ കഴിയുന്ന രീതിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഏതായാലും ഇരിപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇപ്പോൾ മുതൽ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കൊച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, എന്തായാലും കിരൺ പറഞ്ഞതുപോലെ കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിച്ചൊക്കെയാണ് ഈ ന്യൂ ഇയറിനെ വരവേൽക്കാൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്.